നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നറൂട്ടോ ടോപ്പ് 99 എന്ന് പറഞ്ഞൊരു പോപ്പുലാരിറ്റി കോൺടെസ്റ്റ് നടന്നായിരുന്നു. ഈ പോപ്പുലാരിറ്റി കോൺടെസ്റ്റ് ജയിക്കുന്ന ക്യാരക്ടറിനെ ബേസ് ചെയ്ത് കിഷിമോട്ടോ തന്നെ ഒരു വൺ ഷോട്ട് മാങ്ക ഇറക്കുമെന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾക്കറിയാവുന്ന പോലെ ഈ പോപ്പുലാരിറ്റി പോൾ ജയിച്ചത് മിനാട്ടോ ആണ്. അതിനനുസരിച്ച് ആ വൺ ഷോട്ട് മാങ്ക ഇറങ്ങിയിട്ടുണ്ട്, നറൂട്ടോ ദ വോൾ വിത്തിൻ ദി സ്പൈറൽ. ഈ വീഡിയോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് മിനാട്ടോയുടെ ഈ മാങ്കയെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇത് തുടങ്ങുന്നതിന് ഒരു ബാങ്കർ കൊണ്ടാണ്. ഫസ്റ്റ് പാനലിൽ തന്നെ മിനാട്ടോയും ജിറായയും പിന്നെ 2 ഷിനോബിയും ഫോർടെയിൽസിന്റെ ഫൈറ്റെയിൽസിനും ജിഞ്ചുരിക്കായിട്ട് ഫൈറ്റ് ചെയ്യുവാണ്. അതും ഓൾമോസ്റ്റ് അവരുടെ ഫുൾ ജിഞ്ചുരിക്കി മോഡിൽ. അപ്പോൾ ഫൈറ്റെയിൽസിനും ജിഞ്ചുരിക്കി പറയും, നിങ്ങൾക്ക് ഈ ഫൈറ്റ് ജയിക്കണമെങ്കിൽ നിങ്ങൾ നയൻറ്റെയിൽസിനെ കൊണ്ടുവരണമെന്ന്. എന്നിട്ട് ഇവർ രണ്ടുപേരും ഇവർക്കെതിരെ പോയിന്റ് ബ്ലാങ്കി വെച്ച് ഓരോ ബീജു ബോംബ് വെച്ച് ഇവർക്കെതിരെ വിടും. അപ്പം തന്നെ മിനാട്ടോ ഫ്ലൈയിങ് റേഞ്ചിന് ഉപയോഗിച്ചുകൊണ്ട് അവരെ മൊത്തത്തോടെ അവിടെ നിന്ന് മാറ്റും. അതിനുശേഷം കാണിക്കുന്നതാണ് ഈ ബിജു ബോംബിന്റെ പവർ. ആ ബ്ലാസ്റ്റ് 2 മലയുടെ അത്രയും വലിപ്പമുള്ളതാണെന്ന്. അപ്പോൾ ഈ ടീമിലുള്ളൊരുത്തൻ ചോദിക്കും, നമ്മൾ മരിച്ചോ, എന്നിട്ട് നമ്മൾ ആഫ്റ്റർ ലൈഫിലാണോ എന്ന്. അപ്പോൾ വേറെ ഒരുത്തൻ പറയും, മിനാട്ടോ ഫ്ലൈയിങ് റേഞ്ചിന് ഉപയോഗിച്ച് അവരെ വേറെ സ്ഥലത്തേക്ക് ടെലിപ്പോർട്ട് ചെയ്തതാണെന്ന്. അപ്പം തന്നെ ജിറായും പറയും അത് ഭയങ്കര ക്ലോസ് കോൾ ആയിരുന്നെന്ന്. ആ സമയം മിനാട്ടോ ചിന്തിക്കുന്നത്, ഇതാണ് ബിജുവിൻ്റെ ശരിക്കുള്ള പവർ, ഇതുപോലത്തെ ഒന്നാണ് കുഷിനയുടെ ദേഹത്തുള്ളതെന്ന്. അടുത്ത സീൻ നമ്മളെ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കൊറാമ കുഷിനോട് പറയുന്നതാണ്, എനിക്ക് എൻ്റെ ഭയവും പേടിയൊക്കെ അറിയാമെന്ന്, അതുപോലെ നീയാണ് എന്നെക്കാളും കൂടുതൽ ട്രാപ്പായിട്ട് കിടക്കുന്നതെന്ന്, എന്നിട്ട് എനിക്ക് മാത്രമേ നിന്നെ ഫ്രീ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ കുഷിന അവളുടെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേക്കും. അതിനുശേഷം നമ്മളെ കാണിക്കുന്ന കുഷിനയുടെ ഒരു ദിവസമാണ്. എങ്ങനെയാണ് അവൾ നയൻറ്റെയിൽസിനെ ജിഞ്ചുരിക്കതിന് ശേഷം ആൾക്കാരടുത്തും പോകാൻ പറ്റത്തില്ല, അതുപോലെ 2 ഗാർഡ്സ് എപ്പോഴും അവളുടെ കൂടെ ഉണ്ട്, അവൾ എവിടെയാണ്, അതുപോലെ അവൾ ബാരിയറിന് വെളിയിൽ പോകാതെ നോക്കാൻ. ഈ ഗാർഡ്സ് കുഷിനോട് ചോദിക്കും ഇന്ന് എന്താ പരിപാടി എന്ന്. അപ്പോൾ കുഷിന പറയും അവൾക്ക് മിനാട്ടോയോടൊപ്പം സീലിംഗ് ട്രെയിനിങ് ഉണ്ടെന്ന്. അപ്പോൾ ഗാർഡ്സ് പറയും ഈ ബാരിയറിന് വെളിയിൽ പോകാൻ നോക്കണമെന്ന്. മിനാട്ടോ വരുമ്പോൾ കുഷിന പറയുന്നതാണ്, ഇന്ന് ട്രെയിൻ ചെയ്യാന്ന് പ്രോമിസ് ചെയ്തല്ലേന്ന്, അതുപോലെ ഇനിയും കുറെ ഉസുമാക്കി സീലിംഗ് ടെക്നിക്കുകൾ പഠിപ്പിക്കാനുണ്ടെന്ന്. അപ്പം മിനാട്ടോ പറയും അതിന് വേറൊരു ജുഡ്സ് പ്രാക്ടീസ് ചെയ്യാനുണ്ടെന്ന് വേറെ സ്ഥലത്ത്, അത് പറയാൻ വേണ്ടി മാത്രം വന്നതാണെന്ന്. അപ്പോൾ കുഷിന ചൂടായിട്ട് മിനാട്ടോയോട് ചോദിക്കും, ഏത് ജുഡ്സു, എവിടെ, ഈ ജുഡ്സിനെ പറ്റി എന്നോടൊന്നും പറയത്തില്ലെന്ന് ചോദിക്കും. അപ്പം മിനാട്ടോ പറയും അതല്ല, ഈ ജുഡ്സു ഇൻകംപ്ലീറ്റ് ആണ്, അതുപോലെ തന്നെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളതാണെന്ന്, അതുപോലെ നിനക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയാണെന്ന് പറയും. അപ്പൊ കുഷിന ഓക്കെ എന്നൊക്കെ പറയും. പക്ഷെ ശരിക്കുള്ള സുന്ദരെ പോലെ മിനാട്ടോയോട് വീണ്ടും കലിപ്പിക്കും, എന്റെ കൂടെ സമയം ചെലവഴിക്കാൻ പറ്റത്തില്ലെങ്കിൽ അതങ്ങനെ പറഞ്ഞാൽ പോരെന്ന് പറയും. ആ സമയം കൃത്യം മിനാട്ടോയെ സേവ് ചെയ്യാൻ മിനാട്ടോ ടീമിലുള്ളവർ പറയും മിഷന്റെ റിപ്പോർട്ട്സിനായിട്ട് അവനെ തേർഡ് ഹോക്കായി വിളിക്കുന്നുണ്ടെന്ന്. അപ്പൊ തന്നെ മിനാട്ടോ സോറി പറഞ്ഞു പോകും. മിനാട്ടോയുടെ പുറകെ കുഷിന പോകാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഗാർഡ്സ് അതെ പിടിച്ചു നിർത്തുന്നത്. എന്നിട്ട് പറയും ഇനിയും പോയി കഴിഞ്ഞാൽ അവള് ബാരിയറിന് വെളിയിൽ പോകുന്നത്. അപ്പോഴാണ് കാണിക്കുന്നത് ഉസുമാക്കിയുള്ള തന്നെ സിമ്പലിലുള്ള ബാരിയർ. കുഷിന ഈ മിനാട്ടോടെ പോകാൻ പറ്റാത്തതിന് വിഷമിച്ചിരിക്കുമ്പോഴാണ് മീറ്റോ ഉസുമാക്കി പറയുന്ന ഓർമ്മ വരുന്നത്, ഈ നയൻറ്റെയിലിന് ജിഞ്ചുരിക്കാകുമ്പോൾ ഈ നയൻറ്റെയിലിന് ഹേറ്റഡ് സപ്രസ് ചെയ്യുന്നതിന് ലവിന് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ തന്നെ കുഷിന അവളുടെ അടമാൻഡ് ചെയിനും കൊണ്ട് ഗാർഡ്സിനെ കെട്ടിവെക്കും. എന്നിട്ട് അവൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. കുറച്ച് ഓടിക്കഴിയുമ്പോൾ അവൾ ബാരിയറിന്റെ വെളിയിൽ കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ കൊറാമ അവളെ കൺട്രോൾ ചെയ്യാൻ നോക്കും. എന്നിട്ട് പറയും ഉസുമാക്കി ക്ലാനിലുള്ളവര് സ്വയർലി സീലിംഗ് പാറിൽ ഭയങ്കര അഭിമാനമുള്ളവരാണെന്ന്, അത് നിങ്ങൾ എന്തോരം യൂസ് ചെയ്യുന്നോ അത്രയും തന്നെ അത് നിങ്ങളെ യൂസ് ചെയ്യുന്നു, എനിക്ക് മാത്രമേ നിന്നെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ, നിന്റെ ഹേറ്റർ ഒരിക്കലും മറക്കല്ല്, അതുപോലെ ആരെയും വിശ്വസിക്കല്ലെന്ന്. അപ്പൊ തന്നെ കുഷിന ഒരു വ്യക്തി കൊറമേനെ സപ്രസ് ചെയ്യും. എന്നിട്ട് നമ്മൾ നേരെ മിനാട്ടോയും ജിറായും ട്രെയിൻ ചെയ്യുന്നിടത്തേക്ക് പോകും. ജിറായ പറയും ഒന്നേ നിനക്ക് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അത് നേരത്തെ ഡിസ്ചാർജ് ആയി പോകുന്നുണ്ടെന്ന്, ഇതെന്ത് കാണിച്ചിട്ടും സ്റ്റേബിൾ ആകുന്നില്ലെന്ന്. അപ്പം മിനാട്ടോ പറയും ഇത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് കൺട്രോൾ ചെയ്യാനെന്ന്. അപ്പം ജിറായ പറയും ജിറായ കേട്ടിട്ടുണ്ട് ഈ ചാക്ര കുഴയ്ക്കുമ്പോഴത്തേക്കും മുടിയുടെ ചുഴിയുടെ വശത്തേക്ക് കറക്കുവാണെങ്കിൽ എളുപ്പമാവണമെന്ന്. അപ്പം മിനാട്ടോ പറയും അതൊരു അന്ധവിശ്വാസമല്ലേന്ന്. അപ്പോൾ ജിറായ പറയും അതാകണമെന്നില്ല, ഞാൻ ഈ ചാക്ര കുഴയ്ക്കുമ്പോഴത്തേക്കും വിഷ്വലൈസ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെന്ന്, അതാണ് എൻ്റെ മുടിയുടെ ചുഴിയും ഇരിക്കുന്നതെന്ന്. അപ്പം മിനാട്ടോ ചോദിക്കുക എൻ്റെ ഏതാന്ന്. അപ്പം ജിറായയുടെ ഡിസപ്പോയിൻറ്റ് ഫേസ് കാണിക്കുന്നുണ്ട്. അന്നേരം മിനാട്ടോ ചോദിക്കുക എന്താ കുഴപ്പമെന്ന്. ജിറായ പറയും നിനക്ക് 2 വശത്തേക്ക് ഓരോന്ന് വെച്ചുണ്ടെന്ന്. അപ്പം മിനാട്ടോ ചോദിക്കും ഞാനിപ്പോൾ ഡയറക്ഷനിലേക്കാണ് മിക്സ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ജിറായ പറയും എനിക്കറിയത്തില്ല, അത് ബ്രേക്ക് എടുക്കാന്ന്. അപ്പോഴാണ് ജിറായുടെ ക്ലാസിക് പോപ്സിക്കിൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കൃത്യം നടുവേന്നാണ്. അപ്പം അന്നേരം ജിറായ ചോദിക്കും ഏത് സൈഡ് വേണമെന്ന്. മിനാട്ടോ പറയും 2 സെയിം ആണ്. അപ്പോഴാണ് അവന് ഐഡിയ വരുന്നത്, അവൻ്റെ ചാക്ര 2 സൈഡിൽ ഈക്വലായിട്ട് മിക്സ് ചെയ്യണമെന്ന്. അപ്പം തന്നെ നമുക്ക് ആ പേരറിയാത്ത ജുഡ്സ് വർക്കാവും. എന്നിട്ട് മിനാട്ടോ ആ ജുഡ്സിനൊരു പേരിടും, ഐസ് പോപ്പ് ഇൻസ്പയർഡ് നിംബസ് ജിറായ ടിൻ വോൾ പിയർ. നിങ്ങൾക്കറിയാമല്ലോ ഈ പേര് കേൾക്കുമ്പോൾ ജിറായയുടെ റിയാക്ഷൻ തന്നെ ആയിരിക്കുന്നത്. പിന്നെ ജിറായ പറയും ജിറായ അടുത്ത മിഷന് പോവുകയാണെന്ന്, അത് കാരണം കുറച്ച് നാളത്തേക്ക് കാണത്തില്ലെന്ന് പറയും. എന്നിട്ട് റെസ്റ്റ് എടുക്കണം അങ്ങനെ പറഞ്ഞിട്ട് പോവും.
അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോഴാണ് കുഷിന വരുന്നത്. അപ്പൊ മിനാട്ടോ ചോദിക്കും, നീ എന്താ ഇവിടെ, നീ ഇവിടെ വന്നതിന് വല്ല കുഴപ്പമുണ്ടോന്ന്. അപ്പൊ കുഷിന കള്ളം പറയും, തേർഡ് ഹോക്കായുടെ സ്പെഷ്യൽ പെർമിഷൻ കിട്ടിയിരുന്നു ബാരിയറിന് വെളിയിൽ പോകാനുള്ള. അപ്പൊ മിനാട്ടോ പറയും, അതല്ലേ ഗാർഡ്സ് ഒന്നും ഇല്ലാത്തതെന്ന്. അപ്പൊ തന്നെ കുഷിന സോറി പറയും, നേരത്തെ ചൂടായതിന്. അന്നേരം മിനാട്ടോ പറയും, നീ അല്ല സോറി പറയണ്ട, ഞാൻ എൻ്റെ വാക്ക് തെറ്റിച്ചില്ലെന്ന്. അപ്പോഴാണ് മിനാട്ടോ സത്യം പറയുന്നത്, അവൻ എന്തുകൊണ്ടാണ് അവരുടെ വാക്ക് തെറ്റിച്ച് വേറെ ജുത്സു പഠിക്കാൻ വന്നതെന്ന്. ഇത്രയും കഷ്ടപ്പെട്ട് ഇവന് ജുത്സു ഉണ്ടാക്കുന്ന ഇവളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണെന്ന്. മിനാട്ടോ പറയും, നമ്മളിപ്പോൾ ഒരു വാറിൻ്റെ ഇടയിലാണെന്ന്. അത് കാരണം നമുക്കറിയത്തില്ല എപ്പോഴാണ് അവളെ ബാറ്റിൽ ഫീൽഡിലേക്ക് ഇറക്കുന്നതെന്ന്. ആ സമയത്ത് അവൾക്ക് ബാക്കിയുള്ള ജിഞ്ചേരികൾക്കെതിരെ അല്ലെങ്കിൽ ബിജുകൾക്കെതിരെ ഫൈറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ അവളെ സ്വയം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു സ്പെഷ്യലൈസ്ഡ് ജുട്സ് വേണമെന്ന് ഓർത്തോണ്ടാണ്. കാരണം മിനാട്ടോയ്ക്ക് കുഷിനെ നഷ്ടപ്പെടുത്താൻ പറ്റത്തില്ലെന്ന് പറയും. മിനാട്ടോ ഡ്രസ്സ് ഭയങ്കര പവർഫുൾ ആയിരുന്നു. അത് കാരണം കുറാമ കുഷിനെ കൺട്രോൾ എടുക്കാൻ നോക്കും. അപ്പൊ തന്നെ അവൾ ടെയിൽ ബീസ് മോഡിലേക്ക് പോകും. എന്നിട്ട് അതിന്റെ വാലും കൊണ്ട് മിനാട്ടോനെ അടിച്ച് തെറിപ്പിച്ച് കളയും. എന്നിട്ട് കുറാമ പറയും, ഞാൻ പറഞ്ഞതല്ല ആരെയും വിശ്വസിക്കില്ലെന്ന്, ഇവനും നിന്നെ അവസാനം ഉപയോഗിക്കുക മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഈ സീലങ്ങ് കണ്ടു ഞാൻ നിന്നെ ഇതിൽ നിന്ന് ഫ്രീ ആക്കാന്ന് പറയും, അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് കുഷിനെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോഴാണ് അന്നേരം ഒരു സീലിംഗ് ജുട്സു കുറാമയുടെ അറ്റാക്ക് നിർത്തി കളയും. ഈ സീലിംഗ് ജുട്സു ഉണ്ടാക്കിയത് ആരാന്ന് നോക്കുമ്പോഴാണ് അപ്പോഴാണ് മിനാട്ടോ ആണ് ഈ സീലിംഗ് ടെക്നിക്ക് ഉപയോഗിച്ചെന്ന് കാണിക്കുന്നത്. ഇത് കാണുമ്പോൾ കുറമ പറയുന്നുണ്ട്, ഇവനൊരു ഉസുമാക്കി ക്ലാനുള്ള ആളല്ല, എന്നാ പോലും ഇവന്റെ തന്നെ ഒരു സ്റ്റൈലില് ഒരു ട്രയാഗ്രാം സീൽ ഉണ്ടാക്കിയെന്ന്. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഷിനോബി ഇപ്പോഴും ഉണ്ടോ? എന്നിട്ട് പറയുന്നതാണ് ഇവൻ ഫസ്റ്റ് ഹോക്കാകെ ഹഷിരാമയുടെ ലീഗിലുള്ളതാണെന്ന്. ഈ കുറമ മിനാട്ടോയോട് ചോദിക്കും, നിന്റെ കാലിബറിലുള്ള ഷിനോബി എന്തിനാ, ഇവളെ പറ്റി ഇത്രയും കെയർ ചെയ്യുന്ന എന്തിനാന്ന്. അപ്പൊ മിനാട്ടോ പറയും, എനിക്ക് സ്ട്രോങ് ആയ ആൾക്കാരെ ഇഷ്ടമാണെന്ന്, എസ്പെഷ്യലി എന്നെക്കാളും സ്ട്രോങ് ആയവരെ. അത് കാരണമാണ് എനിക്ക് കുഷിനെ ഇഷ്ടം, അവളെ നിനക്ക് വിട്ടു തരത്തില്ലെന്ന് അവൻ പറയും. അപ്പോഴാണ് വീണ്ടും നമ്മൾ കുഷിനെ ഫ്ലാഷ് ബാക്ക് കാണുന്നത്. മീറ്റോ ഉസുമാക്കി പറയും, ഉസുമാക്കി ക്ലാനിലുള്ളവര് അവരുടെ കൂടിയ ലൈഫ് ഫോഴ്സും സീലിംഗ് ജുട്സുനും പേരിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്നവരായിരുന്നു. പക്ഷെ ഇപ്പൊ അതിൽ ആരും ഇല്ല. ഇവരുടെ പവർ കാരണം ഇവരെ വാറിന്റെ ഫോർ ഫ്രണ്ടിൽ തന്നെ ഇവരുണ്ടായിരുന്നു. അത് കാരണം എല്ലാവർക്കും ഇവരെ പേടിയായിരുന്നു. എന്നാൽ പോലും ഇപ്പൊ അതിൽ ആരും ഇല്ല. അപ്പോഴാണ് കാണിക്കുന്നത് അവർ നിൽക്കുന്ന വീടിന്റെ ഫ്ലോറിൽ ഉസുമാക്കിയുടെ സിമ്പലിലുള്ള ഒരു ജുട്സു ഫോർമുല അവിടെ ഉണ്ടെന്ന്. ഇതും നേരത്തെ നമ്മൾ വെളിയിൽ കണ്ട ബാറിയറും ഈ ടെയിൽഡ് പീസിനെ സീൽ ചെയ്ത സീലിങ്ങിന് സ്ട്രെങ്ത് കൊടുക്കും. അപ്പൊ മീറ്റോ കുഷിനോട് പറയും മണ്ടയിലേക്ക് നോക്കാൻ. അപ്പൊ കുഷിന ചോദിക്കും, ഇത് സ്പൈറൽ സ്റ്റെയർ കേസ് അല്ലേന്ന്. എന്നിട്ട് മീറ്റോ പറയും, അല്ല ഇത് റസൈൻ ആണെന്ന്, എന്ന് വെച്ചാൽ ഹെലിക്സ്, ഇതൊരു ഹെലിക്സ് സ്റ്റെയർവേ ആണെന്ന്. ഈ നട കയറിക്കൊണ്ടിരിക്കുമ്പോഴാണ് മീറ്റോ പറയുന്നത്, ഈ ഉസുമാക്കി സിമ്പല് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഫ്ലാറ്റ് സർഫേസ് വെച്ച് കഴിഞ്ഞാൽ അത് സ്പൈറൽ ആണ്, അതിന്റെ ഫോമിന് മാറ്റമൊന്നും ഇല്ല. പക്ഷേ 3 ഡയമെൻഷനിൽ പോവുകയാണെങ്കിൽ ഇത് ഹെലിക്സ് ആണെന്നും. എന്നിട്ട് ഈ ബിൽഡിങ്ങിന്റെ മണ്ട കയറുമ്പോഴാണ് മീറ്റോ പറയുന്നത് അവൾക്ക് എപ്പോൾ പ്രശ്നമുണ്ടെങ്കിലും അവൾ ഇവിടെ വരുമെന്ന്. എന്നിട്ട് കുഷിനോട് പറയും, നമ്മൾ ചിലപ്പോൾ ഒരു സ്പൈറലിനകത്തായിരിക്കും ജീവിക്കുന്നത്, പക്ഷേ ഇപ്പൊ നിനക്കിത് മറികടക്കാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നിനക്ക് ഉറപ്പായിട്ടും ലവ് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. ഒരിക്കൽ നീ അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ സ്പൈറൽ തന്നെ ഹെലിക്സ് ആയി മാറുന്നു. അപ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ബിൽഡിങ്ങിന്റെ നിന്നാല് ഹൊക്കാഗെ മൗണ്ടൻ കാണാൻ പറ്റുമെന്ന്. മീറ്റോയ്ക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇവിടെ ഹഷിരാമേനെ കാണാൻ വരുമായിരുന്നു. ഈ ഫ്ലാഷ് ബാക്ക് കഴിയുമ്പോഴാണ് കുഷിന അവളുടെ അഡമാൻഡേ ചെയിൻ എടുക്കുന്നത്. എന്നിട്ട് കുറമേനെ പിടിച്ചു നിർത്ത നോക്കും. അപ്പോൾ അവൾ പറയും, എനിക്ക് നിന്നെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ തന്നെ കുറമ ഒരു ബിജു ബോംബ് അങ്ങ് ചാർജ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ മിനാട്ടോ പറയും, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് നയൻറ്റെയിൽസിനെ സീൽ ചെയ്യാന്ന്. അപ്പോഴും കുറമ അവന്റെ ബിജു ബോംബ് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. എന്നിട്ട് കുഷിനയുടെ ഒരു ചെയിനെ പിടിച്ച് അവളെ കറക്കി എറിയും. എന്നിട്ട് കുറമ ഒരു വെർഷൻ 2 ജിഞ്ചുരുക്കി ക്ലോക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവന്റെ കൈ മിനാട്ടോയുടെ നെഞ്ചത്തോടെ ഇടിച്ചിറക്കും. അപ്പൊ കുഷിന പറയും, നീ ആവശ്യത്തിന് ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് പോകാൻ പറയും. അപ്പൊ മിനാട്ടോ പറയും, ഞാൻ നിന്നെ ഒരിക്കലും ഒറ്റയ്ക്കാക്കിയിട്ട് പോകത്തില്ലെന്ന്. അപ്പൊ തന്നെ കുറമ പറയും, നീ ആൻസീൽ റിലീസ് ചെയ്യാൻ നീ ഇങ്ങനെ നിന്നിട്ട് ഒരു കാര്യമില്ലെന്ന്. അപ്പൊ കുഷിനയ്ക്ക് ഫീൽ ചെയ്യാൻ പറ്റും മിനാട്ടോയ്ക്ക് അവളോടുള്ള ലവ്. മിനാട്ടോ ഈ സീലിൽ പിടിച്ചിരിക്കുന്ന കാരണം അവൻ കുഷിനയുടെ സീലിനകത്ത് എൻട്രി ചെയ്തു. മിനാട്ടോ പറയും, ഞാൻ അവളുടെ അകത്ത് എപ്പോഴും ഉണ്ടെന്ന്. എന്നിട്ട് മിനാട്ടോ ഈ പുതിയതായിട്ട് കണ്ടുപിടിച്ച ജുട്സു ഉപയോഗിച്ചുകൊണ്ട് ഈ ടെയിൽഡ് ബീസ്റ്റ് ബോംബ് കുറമയുടെ അണ്ണാക്കിലേക്ക് അടിച്ചു കൊടുക്കും. എന്നിട്ട് ഇത് രണ്ടും കൂട്ടിയിടിക്കുന്നതുകൊണ്ടാണ് ഈ ഫൈറ്റ് തീരുന്നത്. അടുത്ത് കാണിക്കുന്ന മിനാട്ടോ ഹോസ്പിറ്റലിൽ എഴുന്നേക്കുന്നതാണ്. അവിടെ കുഷിനയും ജിറായയും പിന്നെ സുനാഡയും ഉണ്ട്. അപ്പൊ തന്നെ കുഷിന മിനാട്ടോയെ കയറി കെട്ടിപ്പിടിക്കും. പിന്നെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴാണ് കുഷിന മിനാട്ടോയോട് ചോദിക്കുന്നത് അവൻ നയൻറ്റെയിൽസിനെ തോപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച ജുട്സു ടെയിൽഡ് ബീസ്റ്റ് ബോംബുമായിട്ട് സാമ്യമുണ്ടല്ലോ എന്ന്. അപ്പൊ മിനാട്ടോ പറയും, അവൻ ബാറ്റിൽ ഫീൽഡിൽ വെച്ച് ജിഞ്ചേരിക്കുകൾ ബിജു ബോംബ് ഉപയോഗിക്കുന്നത് കണ്ടെന്ന്. അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. കാരണം എപ്പോഴേലും കുഷിനയ്ക്ക് അവരുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ട വന്നു കഴിഞ്ഞാൽ ആൾക്ക് ഉപയോഗിക്കാൻ ജുട്സു വേണമല്ലോ എന്ന് പറഞ്ഞ്. എന്നിട്ട് മിനാട്ടോ ജുട്സുവിന്റെ പേര് പറയും, ഐസ് പോപ്പ് ഇൻസ്പയർഡ് നിംബസ് ജിറായ ടിൻ വോൾ പിയർ. അപ്പൊ തന്നെ കുഷിന പറയും, ഈ പേര് കൊള്ളത്തില്ലെന്ന്. എന്നിട്ട് കുഷിന പറയും, നീ എനിക്ക് വേണ്ടിയല്ലേ ഈ ജുട്സു ഉണ്ടാക്കിയെന്ന്.
അതുകൊണ്ട് ഞാൻ ഇതിന് പേരിട്ടോളാന്ന്. അത് പറഞ്ഞതിന് ശേഷം കുഷിന മിനാട്ടോയെ ആളുടെ ഫ്ലാഷ് ബാക്കിൽ കണ്ട സ്ഥലത്ത് കൊണ്ടുപോകും. അവിടെ വെച്ചാണ് കുഷിന പറയുന്നത് അവൾക്ക് ജുട്സിനിടാൻ പറ്റിയ പേര് കിട്ടിയെന്ന്. ജുട്സിന്റെ പേര് റസൈൻഗാൻ എന്ന്. എന്നിട്ട് മിനാട്ടോയും പറയും അവന് ഈ റസൈൻഗാൻ എന്നുള്ള പേര് ഇഷ്ടപ്പെട്ടെന്ന്. ഈ വൺ ഷോട്ട് തീരുന്ന ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാനലിലാണ് ഈ ഹൊക്കാഗെ മൗണ്ടനില് ഹഷിരാമ, ടോബിരാമ പിന്നെ ഹിറോസന്റെ മുഖം കാണിക്കുമ്പോൾ മിനാട്ടോയുടെ ഫേസ് വരാനുള്ള സ്ഥലത്ത് മിനാട്ടോ കൃത്യമായിട്ട് നിൽക്കുന്നതാണ്. ഈ മാങ്ങ വായിക്കുന്ന ഫുൾ സമയത്തും ഐവാസിലേക്ക് അതുപോലെ ഇത് വായിക്കാത്തവരോട് ഞാൻ ഉറപ്പായിട്ട് റെക്കമെൻഡ് ചെയ്തു വായിക്കാൻ. ഇവർ രണ്ടുപേരുമാണ് നറൂട്ടോയിലെ തന്നെ ബെസ്റ്റ് കപ്പിൾസ്. ഞാൻ കണ്ടിട്ടുണ്ട് ചിലവർ പറയുന്നത് റിന്നു ഒബീറ്റോ ആണ് ബെസ്റ്റ് കപ്പിൾ എന്ന്. അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, റിന്നിനെ രക്ഷിക്കാൻ വേണ്ടി ഒബീറ്റോ അവൻ കല്ലിന്റെ ഇട പടമായതാണ്. അതിന്റെ അടുത്ത നിമിഷം റിൻ എന്നാ ചെയ്യുന്നത്, അവൾക്ക് വേണ്ടിയാണ് ഓബീറ്റോ ഒരു 4th ഗ്രേഡ് നിഞ്ച വാർ ഉണ്ടാക്കിയത്. അതിൽ കൂടുതൽ ഞാൻ എന്നാ പറയാനാ. ഓബീറ്റോ ഫാൻസിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ,